കൂട്ടുകാരെ നമ്മ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ഷോൾഡർ ഇലാസ്റ്റിക് ഇട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ നെക്ക് വേറൊരു മോഡലായിരുന്നു. ഇന്ന് ഞാൻ നെക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ടുണ്ട്. കണ്ട നല്ല സ്റ്റൈലല്ലേ. അത് നമുക്ക് എന്തോരം ഈ ചുളിവ് വേണോ അത്ര ഇലാസ്റ്റിക് നമ്മൾ എടുക്കണമെന്നല്ല കേട്ടാ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കണേന്നൊരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പൊ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതുക. അപ്പൊ നമ്മ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു നെക്കാണ് കേട്ടാ. അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീഡിയോ എങ്ങനെ എടുക്കാം, ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കണ്ടേ. പോവാം വീഡിയോയിലോട്ട്. കൂട്ടുകാരെ, നമ്മ കഴിഞ്ഞ ദിവസം ഒരു ഷോൾഡർ ഇലാസ്റ്റിക് ഇട്ട് അടിച്ചല്ലോ. ഇനി നമുക്കേ ഇതും ഒരു ഐഡിയ ചെയ്താലൊരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെന്നല്ല ഐഡിയ ചെയ്ത് നോക്കാം. അപ്പൊ വേണ്ടത് ഒരു ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പം അത് ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്കിൻ്റെ നടുഭാഗം, നമ്മുടെ നെക്ക് ഇപ്പം എത്രയുണ്ടോ അതിൻ്റെ നടുഭാഗം ഒന്ന് അളന്നെടുക്കണം. അപ്പം ടേപ്പ് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ നെക്കൊന്ന് അളക്കുക. ഏതാണ് നമ്മുടെ നെക്കിൻ്റെ അളവെന്ന് കണ്ട അതിൻ്റെ നേർപകുതി, ആ നെക്കിൻ്റെ നേർപകുതി നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം. കണ്ടോ? ഉണ്ട്, ഇതൊന്ന് അടയാളപ്പെടുത്തി. അപ്പം ഞാൻ എടുത്തേക്കണ ഇലാസ്റ്റിക്കിൻ്റെ നീളം 4 ഇഞ്ചാണ് കേട്ടോ. ഉണ്ട് ഈ ഇവിടേക്ക് നമ്മുടെ ഇതിൻ്റെ എൻഡിലോട്ട് ഈ ഇലാസ്റ്റിക് വെച്ച് നേരെ പിടിച്ചൊന്ന് വലിച്ചടിക്കണം. അപ്പം എന്തോരം അറിയാമോ, നമ്മുടെ ഈ ഷോൾഡർ ടോപ്പിൻ്റെ നെക്ക് നല്ല വെറൈറ്റി ആയിരിക്കുള്ളൂ. അപ്പം ഞാനിതൊന്നും ഇങ്ങനെ നേരെ ഒന്ന് വെച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. നേരെ ആയിരിക്കണം കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മുടെ നെക്കിൻ്റെ നേർപകുതിയിലോട്ട് ഇത് വെക്കുക, എന്നിട്ട് വലിച്ചടിക്കുക കേട്ടോ. അപ്പം ഞാൻ അടിച്ചിട്ട് വരാം. അപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അടിച്ചിട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം എന്തോരം ഈ ചുളിവ് വേണോ അത്ര ഇലാസ്റ്റിക് നമ്മൾ എടുക്കണമെന്നല്ല കേട്ടോ.